പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 തരം ക്രിസ്തീയ ലൈഫുകൾ സാധ്യമാണ്. ഒന്ന് കാറ്റഗറ്റിക്കൽ ലൈഫ്, അത് കുറച്ച് ഡോക്ട്രിനലായിരിക്കും. ഒന്ന് ബിബ്ലിക്കൽ ലൈഫ്. നിർഭാഗ്യവശാൽ നമുക്ക് മിഷണറിമാരായിട്ട് ഇവിടെ വന്നവരും കാറ്റഗറ്റിക്കൽ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്നവരാണ് നമുക്ക് വിശ്വാസം കൈമാറുന്നത് മാത്രമല്ല ബലപ്പെടുത്തിയവർ. ഞാൻ ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 20 സൂര്യദോസിൻ്റെ കാലഘട്ടത്തിൽ ആണ് മിഷൻ, ഈ മാരിടൈം മിഷൻ ശക്തി പ്രാപിച്ചത്. അതിൽ നിന്നെല്ലാം ഉണ്ടായ സഭകൾ എല്ലാം കാറ്റഗറ്റിക്കൽ അല്ല, കാറ്റഗറ്റിക്കൽ ചർച്ച് എന്ന് പറയും. അത് കുറച്ച് ഡോഗ്മ ഓറിയൻറ്റഡാണ്. ഇപ്പോൾ ഡോക്ട്രിന ക്രിസ്തം, ഫ്രാൻസിസ് സേവ്യർ പഠിപ്പിച്ച സംഭവം എന്താ? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പഠിപ്പിച്ചത് എന്താ? ഡോക്ട്രിന ക്രിസ്തം എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്നാണ്. അപ്പോൾ വിശ്വാസത്തെ ഡോക്ട്രിനായിട്ട് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ജാതിയായിട്ട് തന്നെ നിലനിന്നത്. ഇവിടെ നമ്മൾ ജനിതകമായ ഒരു മാറ്റം സുവിശേഷം കേരളത്തിൽ വരുത്തിയില്ലല്ലോ. അതിൻ്റെ കാര്യം ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല കേരള സമൂഹത്തിന്. എല്ലാവരും ഇപ്പോഴും ബ്രാഹ്മണിക് ആയിട്ടുള്ള ട്രഡീഷനിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒടിച്ച് വളച്ചൊക്കെ എത്തിക്കാൻ വേണ്ടി ഇപ്പോഴും ആൾക്കാർ മലയാള മനസ്സ് തത്രപ്പെടുന്ന നമുക്ക് കാണാം. അത് ക്രിസ്ത്യൻ മനസ്സായാലും. അപ്പം അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഔന്നത്യങ്ങൾ ആഭിജാത്യങ്ങളുമായിട്ട് ജാത്യതയെ ആഭിജാത്യമാക്കാൻ ഒരു പ്രത്യേക സരണികളെ മനുഷ്യൻ തന്നെ നിർമ്മിക്കുകയും അതിൽ ഒരാളാണ് ഞാനെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഹംബോധങ്ങളുണ്ട്. ഈ അഹംബോധങ്ങൾ എപ്പോഴും ആത്മാഭിഷേകത്തിൻ്റെ എതിരാണ്. ഈ ജഡാരൂപി എന്ന് പറഞ്ഞാൽ ഫരിസൈക്കാണ് ശരിക്കും. അതുകൊണ്ട് ഈ ഫരിസേന്മാരെ കാണുമ്പോൾ കപട നാട്യക്കാരെ നീ ഉടനെ വിളിക്കും. കർത്താവ് ഇവരെ വിളിച്ചാൽ ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും നിക്കടെ ആകപ്പാടെ ഈശോ ഏതെങ്കിലും ഒരു ഫരിസേനുമായിട്ട് കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിക്കഡേമൂസുമായിട്ടാണ്. നിക്കഡേമൂസിനോട് ഈശോ എന്താ പറഞ്ഞത്? ആത്മാവിൽ ജനിക്കണത് ആത്മാവും, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് ഒരിക്കലും ജഡത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് കട്ടൻ്റെ പറഞ്ഞതാണ്. അപ്പോഴേ പിന്നെ അതിന് ബൈബിൾ എന്താണ് ഇത് ചെയ്യണ, എന്താണ് ഒരു ടെക്നിക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭിത്തിയില്ലേ, ഒരു കോൺക്രീറ്റ് ഭിത്തിയായിട്ട് നമ്മൾ ഒരാണി വെച്ച് അടിച്ചാൽ എന്ത് പറ്റും? ആണി വളയുകയോ തെറിച്ചു പോവുകയോ ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ ചുറ്റിക കയ്യിൽ നിന്ന് പോകും. ഇത് നടക്കത്തുള്ളൂ. അതിനെന്താണ് ഈ ഇലക്ട്രീഷ്യൻസും അല്ലാത്തവരൊക്കെ ചെയ്യണേ? എന്താ, അവർ ഫിഷർ എന്ന് പറഞ്ഞ് പ്ലഗ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം ഈ കോൺക്രീറ്റ് ഡ്രില്ല് ചെയ്യും. ഡ്രില്ല് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫിഷർ പ്ലഗ് അതിലേക്ക് മയം മുട്ടി കയറ്റും. അപ്പോൾ ഫിഷർ പ്ലഗിൻ്റെ അകത്ത് കൂടി അതിനകത്ത് സ്ക്രൂ വെച്ചിട്ട് അവർ തിരിക്കും. അപ്പോഴാണ് അത് ടൈറ്റ് ആകണത്. അപ്പം ഡയറക്റ്റ് ഈ കോൺക്രീറ്റ് ഭിത്തിയിലേക്ക് ജഡത്തിലേക്ക് ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ പാടാണ്. ഈ ബൈബിളും ചെയ്തിരിക്കുന്നത് അതാണ്. ജഡത്തിൽ നിന്ന് ആത്മാവിൻ്റെ കൃപ ഒരിക്കലും ഉണ്ട്, ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കത്തില്ലെന്ന് ഈശോ നിക്കഡേമോസിനെ കണ്ടപ്പോഴാണ് പറയേണ്ടത്. കാണാൻ പറ്റി, ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ പറ്റിയ 10 ദിവസം കൊണ്ട് എന്തുകൊണ്ട് അത് പറയാമായിരുന്നത്? കർത്താവ് നേരിട്ട് വിളിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നില്ല. ജഡത്തിൻ്റെ തരി അവതാരമായിരുന്നില്ല പീലാത്തോസ്, യൂദാസ്, അയാളോടും പറഞ്ഞില്ല. പറഞ്ഞത് ഫരിസേയനോടാണ് പറഞ്ഞത്. ജഡത്തിൽ ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം തമ്മിൽ ബന്ധമില്ല. പിന്നെ ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം അതാണ്
ഈശോ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം പതുക്കെ പതുക്കെ സ്വീകരിച്ച് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അതായത് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പക്ഷേ എന്ത് ഈ ഫിഷർ പ്ലഗ് അടിക്കുന്നുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മയെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതിന് എന്താണ് അവരുടെ അമ്മ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം ഈ അമ്മ ഉടനെ അതായത് ദാസിയായി, സ്വയം എളിമപ്പെട്ട് കർത്താവിന് ദാസിയായി ദൈവവചനത്തെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഒരു നിലപാട്, തുറവി, ഓപ്പൺനെസ്, സമർപ്പണം വചനത്തോട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെന്തക്കോസ്ത് ദിവസം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അതായത് അത് കേരള സമൂഹത്തെ പരിശുദ്ധാത്മാവിനെ വരുത്തുക എന്ന് വെച്ചാൽ മറ്റെല്ലാ സമൂഹങ്ങളെയൊക്കെ പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ഈ സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ്. കാസ്റ്റ് സിസ്റ്റം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ചിലരൊക്കെ ബ്രാഹ്മണിക്ക് ഒറിജിൻ ആയിരുന്നെന്ന് ഒരിക്കൽ സെമിനാറൊക്കെ നടത്തി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഇപ്പം അവിടെ നിന്ന് തലവലിക്കുന്നുണ്ടല്ലോ. അത് അവരിപ്പോൾ എന്താ പറയണത്? ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്നല്ല പറയണത് ഇസ്രയേലിൻ്റെ. അപ്പോഴും ഒതുങ്ങി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഈ പുതിയൊരു സംഭവം എടുത്തിട്ട്, അതിനൊക്കെ വലിയൊരു സംഭവം എടുത്തിട്ട് അതിലേക്ക് ഉള്ള സാംസ്കാരിക ചരിത്രയാത്ര നടത്തുകയാണ്. ഇവിടം വരെ എത്തുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഒതുങ്ങാത്ത ഒരു മനസ്സാണ് മലയാളിക്കുള്ളത്. വെറും മലയാളിയാണ്. അപ്പോൾ അതിൻ്റെ വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന, ഇതെല്ലായിടത്തും ഈ മേഖല ഉണ്ട്, ഇതുമൂലം ഉണ്ടാകുന്ന വിഷയം സഭ വളരത്തില്ല. അതുകൊണ്ടാണ് സഭ വളരാതിരിക്കുകയും സഭയിൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുമ്പോൾ സഭയല്ലാതായി മാറുന്നു എന്നുള്ള കാര്യം അത് ഏറ്റവും കൂടുതൽ ഈ 2-3 കൊല്ലത്തിനുള്ളിലാണല്ലോ സഭ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ വന്നിട്ടുള്ളത്. അത് നിസ്സാരമല്ലത്. നാ പെന്തക്കോസ്തിലേക്ക് അടുക്കുമ്പോൾ സഭയെ അഭിഷിക്തമാക്കാൻ വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇപ്പം ഈശോ എല്ലായിടത്തും എപ്പോഴും ഈശോ ഈ ഒരു ഫോർമുല ഉപയോഗിക്കുന്നുണ്ട്. എന്താ? നിങ്ങളെൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം വചനം എന്തിനാണ് കേൾക്കണത്? അതനുസരിച്ച് ജീവിക്കാനാണ്. തൻ്റെ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത മനുഷ്യന് തുല്യരാണ്. പിന്നെ എന്താ ഈശോ പറഞ്ഞത്? നിത്യജീവൻ പ്രാപിക്കാൻ അയൽക്കാരനെ സ്നേഹിക്കണം. സമരക്കാരൻ്റെ മാതൃക കാണിച്ചിട്ട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വചനം ചെയ്യാതെ എളിമപ്പെട്ട് വചനം എളിമപ്പെട്ട് ടെക്നിക്കലായിട്ട് ചെയ്യാൻ നമ്മൾ ഒത്തിരി ചെയ്ത്തുകൾ വരണത് ടെക്നിക്കലായിട്ടാണ് വരണത്. ഇപ്പം കാല് കഴുകണില്ല, അതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കലായിട്ടാണ് കാല് കഴുകണത്. ശരിക്കും പറഞ്ഞാൽ ആ കാല് കഴുകുന്ന മനോഭാവമല്ല സ്വീകരിക്കേണ്ടത്. കാല് കഴുകണ കൾട്ടാണ് നമ്മൾ ചെയ്യണത്. കാല് കഴുകണ മനോഭാവം ഉണ്ട്, അത് വേറെയാണ് ശരിക്കും പറഞ്ഞാൽ. അതന്നെ സെൻറ്റ് പോൾ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. ഇപ്പോൾ ഈ വചനം ആത്മാവ് ഫലം പുറപ്പെടുവിക്കും. ജഡത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആത്മാവിൽ നിന്ന് ജഡം ഡെവലപ്പ് ചെയ്ത് വചനം മാംസമായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു വചനം മാംസമായത് എന്ത് ബേസിലാണ്? അതൊരു മനോഭാവമാണ്. ആ മനോഭാവം അതാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞത്. ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ്? അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത അവൻ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഈ സമാനതയാണല്ല പ്രശ്നം. സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ വരുമ്പോഴാണ് നമുക്കവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം. അപ്പം ഈ സമയത്ത് ഇവിടെ വെച്ചാണ് ഈ കുരിശുമരണത്തോളം എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ മനോഭാവത്തിൻ്റെ പരമായിട്ടുള്ള
താഴ്ച വരണടുത്ത് വിളിച്ചാണ് ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തായിലേക്ക് നമ്മളെ ഉപകരണമാക്കണത്. ഞാൻ ഇത്രയും നിശ്ചിതമായിട്ട് സംസാരിക്കും. കാരണം നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നമ്മളാണ് ലോകം മുഴുവനും സുവിശേഷം എത്തിക്കണമെന്ന ഒരു ധാരണ ചിലർക്കുണ്ട്. പക്ഷേ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ശരിക്കും. ആ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ദൈവികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇനിയും കാലം തെളിയിക്കേണ്ടതാണ്. കൃപാസനത്തിൽ ജീവനോട് പ്രതിഷ്ഠയിട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റുന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഇന്ദു. ഞാൻ കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു ഉടമ്പടി പത്രം കിട്ടിയിട്ടാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരികയും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഇത് എൻ്റെ 4ാമത്തെ സാക്ഷിയാണ്. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇതിൻ്റെ 4ാമത്തെ സാക്ഷിയാണ്. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ദൈവം ഇത്രയും സമീപസ്ഥമായിട്ടുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമ്മൾ അമ്മയോട് എന്ത് വിളിച്ച് ചോദിച്ചാലും അമ്മ കൂടെ ഉണ്ടാവും. അതിൻ്റെ ഇഷ്ടംപോലെ സാക്ഷികളുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ പറയുന്നത്, ഫസ്റ്റ് എനിക്ക് ജോബിൻ്റേതായിട്ട് എൻ്റെ രജിസ്ട്രേഷൻ ഞാൻ കർണാടകയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ എനിക്ക് കേരള രജിസ്ട്രേഷനായിരുന്നു. അപ്പം എനിക്കത് കർണാടകയിലോട്ട് മാറ്റണമായിരുന്നു. അത് 2 മാസത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ എൻ്റെ ജോബിന് പ്രശ്നമായിരുന്നു. അത് സാധാരണ യൂണിവേഴ്സിറ്റിയിലെ കാര്യമെന്ന് പറഞ്ഞാൽ 1 വർഷമെങ്കിലും എടുക്കും. അത് നമുക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പറയാനോ ഒന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ അയക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ഇവിടുത്തെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരാളെ പരിചയം കിട്ടുകയും അതെല്ലാം അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. അതുവഴി 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ ശരിയാകുകയും കർണാടകയിലോട്ട് രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയും അതുവഴി എനിക്ക് എൻ്റെ ജോബിന് ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാനും പറ്റി. എൻ്റെ ഞാൻ കർണാടകയിൽ KVG ആയുർവേദ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ ജോബ് അതിന് ഞങ്ങൾക്ക് പുതിയ റൂൾ അനുസരിച്ച് ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യണം അവിടെ ആ സെയിം സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഇത്. നോർമലി അത് 1 ഇയർ എടുക്കുന്ന സാധനം. അപ്പോൾ എൻ്റെ ജോബിൻ്റെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുള്ള ഇതിലായിരുന്നു. അത് അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ രണ്ടാമത് എൻ്റെ അച്ഛനും അമ്മയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു കുറച്ച് നാളത്തേക്ക്. അപ്പം അവരുടെ പെൻഷന് അവരിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അവരുടെ പെൻഷന് ബ്ലോക്കായി. അതും ഡാഡിക്ക് അച്ഛനാണെങ്കിൽ തീരെ വയ്യാത്തതാണ്. അപ്പം ഇവിടെ വന്ന് അവിടെ പോയി രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതും ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഓൺലൈനിൽ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ മതിയെന്നും അങ്ങനെ പെൻഷൻ്റെ ബ്ലോക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ അതെല്ലാം ക്ലിയറായി പെൻഷനെല്ലാം തിരിച്ചു കിട്ടി. പിന്നെ ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സ്വർണം എടുക്കാനായിട്ട് പണയത്തിൽ വെച്ചിരുന്നത് കുറേ വർഷങ്ങളായിട്ട് അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതും അമ്മയുടെ ഇടപെടലിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഞാനത് ജസ്റ്റ് അത് പണയം പുതുക്കാനായിട്ട് പോയതായിരുന്നു. പക്ഷേ അപ്പോഴും അമ്മ അതിൻ്റെ റേറ്റെല്ലാം കുറച്ച് എനിക്കത് എടുക്കാനായിട്ടുള്ള ആ സാഹചര്യം എനിക്ക് അമ്മ ഒരുക്കി തരികയും അങ്ങനെ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് മാത്രം എനിക്കത് പൂർണ്ണമായിട്ട് അത് എടുക്കാൻ സാധിച്ചു. പിന്നെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളെന്നും തൈലം കുടുംബ പ്രാർത്ഥനയുണ്ട് രാവിലെയും വൈകിട്ടും. രാവിലെ 5 മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ഞങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ആരാധനയും എല്ലാം കേൾക്കാറുണ്ട്. ഡെയിലി നമ്മൾ പുറത്ത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അമ്മയുടെ തൈലം തേച്ചിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആര് പോകുന്നതും എല്ലാം. അപ്പം അമ്മയുടെ സംരക്ഷണം എല്ലാ കാര്യത്തിലും എവിടെ പോയാലും എന്താണെങ്കിലും എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ കൂടെ വരും. എന്തൊരു സാഹചര്യം ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും അതെല്ലാം ഒരു പ്രശ്നവുമില്ലാതെ അമ്മ അത് മാറ്റിത്തരും. അതിൻ്റെ തൈലം പുരട്ടി അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു. മുട്ടുകുത്താനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് മാറിക്കിട്ടി. അതേപോലെ
ചെവി വേദന, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കലശലായിട്ട് ചെവി വേദനയായിരുന്നു. അതിനും മരുന്നൊന്നും ഇട്ടില്ല, ജസ്റ്റ് അമ്മയുടെ തൈലം മാത്രം പൂശി പ്രാർത്ഥിച്ചു. പിന്നെ അതേപോലെ എൻ്റെ ഹസ്ബൻഡിന് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതും അടുത്ത ഫൈബ്രോസിസ് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനാണെങ്കിൽ ശരിക്കും അത് റിവേഴ്സിബിൾ അല്ല. ഒരു പ്രാവശ്യം ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് അത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതും അമ്മയുടെ ഉടമ്പടി തൈലം ഡെയിലി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പുരട്ടിയതിൻ്റെ ഫലമായിട്ട് അതും പൂർണ്ണമായി മാറി. 10 വർഷത്തോളം ഉള്ളതായിരുന്നു, അതും അമ്മ മാറ്റിത്തന്ന്. പിന്നെ എൻ്റെ അച്ഛന് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തിരുന്നു. അതും അച്ഛനെ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി സൈത്ത് പൂശി പ്രാർത്ഥിച്ച് ആ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞ് വൈപോലെ ജംഗ്ഷനിൽ അമ്മ ഒരാളുടെ വ്യക്തിയുടെ വൈപോലെ ജംഗ്ഷനിൽ അമ്മ തൊട്ട് പ്രാർത്ഥിക്കുന്നു എന്ന്. വൈപോലെ ജംഗ്ഷൻ എന്ന് വെച്ചാൽ പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും, അത് പ്രോസ്റ്റേറ്റിൻ്റെയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു അച്ഛന്. അപ്പം അതിൻ്റെയും അത് ബയോപ്സി ചെയ്യുന്നതിന് മുമ്പായിട്ടായിരുന്നു. അതും പൂർണ്ണ ബയോപ്സിയിൽ ആദ്യം റിസൾട്ട് വന്നപ്പം PSA വാല്യൂ 15 ആണെന്ന് വെച്ചാൽ അത് ക്യാൻസറാണ്. പിന്നെ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളും നേർച്ച വസ്തുക്കളെല്ലാം ഇട്ട് ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 1 മാസം കൊണ്ട് തന്നെ അത്ഭുതകരമായിട്ട് അമ്മ അത് പൂർണ്ണമായി മാറ്റി. PSA വാല്യൂ 0.04 ആയിട്ടുണ്ട്. അത് വെച്ചാൽ നോർമൽ വാല്യൂ ആണ്. അതും ക്യാൻസർ മാറ്റി തന്നു. പിന്നെ കാണാതെ പോയ വസ്തുക്കൾ വരെ, അത് എനിക്കൊരു പ്രിയപ്പെട്ടൊരു വാച്ച്, അത് വാച്ച് വാങ്ങിച്ചിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അതും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതായിരുന്നു. അത് 1 മാസത്തിനുള്ളിൽ തന്നെ അതെങ്ങനെ ഞങ്ങൾ കുറേ അവിടെ എല്ലാം തപ്പിയിരുന്നു. അത് വീടിൻ്റെ മുറ്റത്താണ് കിടന്നത്, ഒരു കുഴപ്പവും ഇല്ലാതെ 1 മാസം കഴിഞ്ഞ് മഴക്കാലമൊക്കെ ഉള്ള സമയമായിരുന്നു. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ അതെനിക്ക് തിരിച്ചു കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വാങ്ങിച്ച് ഇവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിച്ച് എല്ലായിടത്തും അമ്മയുടെ കാര്യം പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ, കൂടെയുള്ളവർക്ക് വീട്ടിൽ പോയി അങ്ങനെ എല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെല്ലും. പിന്നെ നാട്ടിൽ വരുമ്പോഴെല്ലാം പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുക്കലും പൈസ എല്ലാം കൊടുക്കാറുണ്ട്, വസ്ത്രങ്ങൾ. ആത്മീയ ജീവിതം ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ നല്ല സമാധാനവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ കുറഞ്ഞ് എല്ലാവരോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോയുടെ അമ്മയോടും ചോദിച്ച് എല്ലാ കാര്യം, ഇപ്പോൾ ടെൻഷൻ അങ്ങനെയെന്ന് പറയണം അതില്ല, എല്ലാ കാര്യവും അമ്മ നടത്തിത്തരാം. അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയുടെ സമയത്തിന് നടത്തിത്തരാം. അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ടെൻഷനും അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല. അതെല്ലാം ഈ ഉടമ്പടി എടുത്തുകൊണ്ടുള്ള മാത്രമാണ് അമ്മയോട് ഇത്രയും ചേർന്ന് ജീവിക്കാനും ഈശോയോടും. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വന്ന് ഉടമ്പടി എടുത്ത് അവരെല്ലാവരും ഉടമ്പടിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് വചനം പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നുമുള്ള രക്ഷയാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളുടെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന അതുതന്നെയാണ്. ഒരു സംരക്ഷിക്കുന്ന ഒരു ദൈവം, കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം, കൂടെ നിൽക്കുന്ന ഒരമ്മ. ഈ ഓരോ കാര്യങ്ങളും ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവസ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്നാണ്. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും ഉറപ്പാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം പറയുന്നത് പോലെ അവൻ നിന്നോട് പറയുന്നത് ചെയ്യുക എന്നുപോലെ നമ്മൾ ഉടമ്പടിയിൽ കൂടെ ഈശോ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങളിൽ വിശ്വാസവും സംശയങ്ങളിൽ ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ സംരക്ഷിക്കും, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് ഉള്ള ഒരു ഉറച്ച വിശ്വാസവും, എപ്പോഴും ഉടമ്പടിയിൽ ദൈവം നമ്മെ രക്ഷിക്കും, നമ്മെ ഉയർത്തും, നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു ആത്മധൈര്യമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ ഇന്ദു നമ്മളോട് ഷെയർ ചെയ്തത്, നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെന്ന് പറഞ്ഞാലും അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മയും ഈശോയുമാണ് നാം കാണുന്നത്. സംരക്ഷിക്കുന്ന അമ്മയും
നമ്മളെ വഴി കാട്ടി നടക്കുന്ന ഈശോയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മക്കളുടെ ജീവിതത്തിലും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ മക്കളാണ്. എല്ലാ കാര്യത്തിലും അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യമാണ് ഇവരുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഭയപ്പെടാതെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കാര്യങ്ങൾ പോകുമ്പോഴും ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുവാനും ആ കൃപയിൽ മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്നും ഇത് 5ാമത്തെ പുതുക്കലാണ്. ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ധൈര്യം നഷ്ടപ്പെടാതെ ഈശോയിലും അമ്മയിലും പൂർണ്ണമായിട്ട് ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഡോക്ടർ ഇന്ദുവിൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയാൻ ഞാൻ. എൻ്റെ പേര് റോസ്ലി സെബാസ്റ്റ്യൻ. ഞാൻ കൊച്ചി കുമ്പളങ്ങിയിൽ നിന്ന് വരുന്നത്. എനിക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന. അതിൽ 3-4 പ്രധാനമായിട്ട് എനിക്ക് കിട്ടിയത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പല പ്രാവശ്യവും പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2019 ഞാൻ ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 കാര്യങ്ങൾ വെച്ചതിൽ 5 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. പക്ഷേ എനിക്ക് നന്ദി പറയാൻ സാധിച്ചില്ല. കൊറോണയൊക്കെ വന്ന് പിന്നെ ഒരുപാട് ഇതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി ഞാൻ 2ാമത് വന്ന് ഉടമ്പടി എടുത്ത്. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം 30-35 വർഷത്തോളം ഞങ്ങൾക്ക് വഴി പാസ്സാകും, സഞ്ചാരയോഗ്യമായൊരു വഴി ഞങ്ങൾക്കില്ലായിരുന്നു. ആ വഴി പഞ്ചായത്തിൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഓരോ മെമ്പർമാരും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും, വഴിതരാമെന്ന് പറഞ്ഞ് ഈ വർഷം ശരിയാക്കി തരാമെന്ന്. പക്ഷേ അവർ പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളുടെ വഴി ഞങ്ങൾക്ക് ഒരു റോഡായിട്ട് സാധിച്ചു തരികയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉറപ്പ് പറഞ്ഞ് അതിനായിട്ട് മെമ്പർ പ്രവർത്തിക്കുകയും ചെയ്തു നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടി. പക്ഷേ കോൺട്രാക്ടർമാർ അത് കോൺട്രാക്ട് എടുക്കാനായിട്ട് താല്പര്യപ്പെടില്ല. കാരണം അവർക്ക് നഷ്ടം വരും അത് എടുത്താൽ, ആ വഴി എടുത്താൽ, ആ കോൺട്രാക്ട് പിടിച്ചാലത്. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അത് ടെൻഡർ വെക്കാൻ പറ്റണില്ല, ഞങ്ങൾക്ക് ഫണ്ട് പാസ്സായിട്ടും അത് ലാപ്സായി പോകാമെന്നുള്ള ഒരു ഇത് വന്ന് ഞാൻ ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനിടയ്ക്ക് ഈ വഴിക്ക് വേണ്ടിയിട്ട് പരാതി, വെള്ളക്കെട്ടുണ്ടാവും, ഞങ്ങൾക്ക് വഴി തന്നാൽ റോഡ് വന്നാൽ ഇപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ വെള്ളത്തിലായി പോവും, ഒഴുകിപ്പോകാൻ സ്ഥലമില്ല, തോട് നിവർന്നാൽ, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ പല തടസ്സങ്ങൾ വന്ന് ഞാൻ ഉടനെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പറഞ്ഞ് പുതുക്കാനായിട്ട് പറ്റൂല, ഇനി 2ാമത് പുതിയതെടുക്കണമെന്ന് പറഞ്ഞു. പുതിയ ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും കൂടി അതിന് തീരുമാനമെടുത്ത് ഒരു മീറ്റിങ്ങൊക്കെ കൂടി, പരിസരവാസികളും പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാവരും കൂടി ഒരു മീറ്റിങ്ങൊക്കെ കൂടി അതിനൊരു തീരുമാനമെടുത്ത് അത് എത്രയും വേഗം ആവശ്യമാണ്, അത് ശരിയാക്കാൻ തരാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പിറ്റേ ആഴ്ച തന്നെ ഉദ്ഘാടനവും നടന്ന് അതിൻ്റെ ഒരു കോൺട്രാക്ടർ പെട്ടെന്ന് അതിന് റെഡിയായി. അത് മാതാവ് കൊണ്ടുവന്നൊരുക്കി തന്നാണെന്ന് തീർത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ടെൻഡർ വെച്ച് ആ കോൺട്രാക്ടർ അതെടുത്ത് ആ പണി ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടം വരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിൻ്റെ. അപ്പം അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും, എനിക്ക് മാതാവിനോട് നന്ദി പറഞ്ഞാലോ തീരാത്തൊരു ഇതാണ്. കാരണം ഈ വഴി കൂടി പോയിരുന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും വഴി കിട്ടിയില്ലെന്ന് പറഞ്ഞു, ഒരിക്കലും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓടി അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ സങ്കടം അമ്മ കേൾക്കുകയും ചെയ്ത്. 2ാമത്തത് 19 കിട്ടിയ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട 30 ഇതുപോലെ വർഷത്തോളമായി ഞങ്ങളുടെ വീടും പറമ്പിൻ്റെ പോക്കുവരത്ത് നടക്കാൻ പറ്റണില്ല. അത് ഞങ്ങളുടെ മുതലാളി തന്നെ 3 സെൻറ്റ് സ്ഥലം ഞങ്ങൾ കുടികിടപ്പ് കൂടാതെ 3 സെൻറ്റ് സ്ഥലം കൂടുതൽ വാങ്ങിച്ചിരിക്കുക. ആ സ്ഥലം മുതലാളി ഞങ്ങൾക്ക് വിറ്റത് അമ്മയുടെ സ്ഥലമായിരുന്നു.
അത് അമ്മേനെ അറിയിക്കാതെ പുള്ളിക്കാരൻ അങ്ങയുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് ആധാരത്തിൽ എഴുതി ഞങ്ങൾക്ക് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് മുതലാളിയും മരിച്ച്, അമ്മയും മരിച്ച്, എല്ലാവരും മരിച്ച്. പോക്കുവരത്ത് നടത്താനായിട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് പറ്റണില്ല. അന്നേരം ഞാൻ ഇതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി കാശുമായിട്ട് പല പ്രാവശ്യം നടന്നിട്ടും പറ്റണില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ മാതാവിൻ്റെ ഉടമ്പടി കാശുമെടുത്ത് ആധാരം എഴുത്തുകാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ചേച്ചി ഇനി ഇത് സാധിക്കുകയില്ല, അതൊക്കെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു, ഇപ്പം ഡിജിറ്റൽ ഇതാണ്, ഇന്ന് നടക്കൽ ചേച്ചി എന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാം. അങ്ങനെ അയാൾ ശ്രമിച്ച് ഒരു കുടിയടപ്പം എടുത്തതാണ്, ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടേക്കാന്ന് പറഞ്ഞ് പഞ്ചായത്ത് വില്ലേജിൽ. അങ്ങനെ കൊടുത്ത് ഭർത്താവ് അതുകൊണ്ടേ കൊടുത്ത്. പക്ഷേ പിറ്റേ ചൊവ്വാഴ്ച പറഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച ചേട്ടൻ വാന്ന് പറഞ്ഞ് വിട്ട്. എനിക്കപ്പോഴും ഒരു ഉറപ്പില്ല, കാരണം പല പ്രാവശ്യവും ഞങ്ങൾ നടന്നതാണ്, തിരിച്ചു വിടുന്നതാണ്. പറഞ്ഞതുപോലെ തന്നെ ആ ചൊവ്വാഴ്ച ഭർത്താവ് ചെന്നപ്പോൾ ഈ സാധനവും കൊടുത്തു വിട്ട് സംഭവം എല്ലാം ക്ലിയറായാണ് വന്നത്. ഞങ്ങൾക്ക് കരവടക്കാനും സാധിച്ചു. അതുവരെ ഞങ്ങൾക്ക് കരവടക്കാൻ പറ്റണില്ലായിരുന്നു. പിന്നെ 5 സെൻറ്റ് സ്ഥലം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. കാരണം പള്ളിയുടെ അടുത്ത് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ എല്ലാവർക്കും, എൻ്റെ സഹോദരങ്ങളൊക്കെ, ചേച്ചിമാർക്കും എൻ്റെ ആങ്ങളമാർക്കൊക്കെ എല്ലാവർക്കും മെയിൻ റോഡിൻ്റെ സ്ഥലത്ത് തന്നെ വീടും സ്ഥലമൊക്കെ ഉണ്ട്. അവർ സുഖമായിട്ട് നല്ല സുഖത്തിൽ ജീവിക്കണം. ഞാൻ മാത്രം ഈ ഇങ്ങനെ ഒരു വഴിക്ക് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, മാതാവേ ഈ വഴി കിട്ടിയില്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും എൻ്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു വണ്ടി കയറുന്ന സ്ഥലം തന്നെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഉടമ്പടിയിലല്ല, പഴയ ഉടമ്പടിയിൽ. പക്ഷേ അതും എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സാധിച്ചു തന്ന്. റോഡ് സൈഡിൽ തന്നെ, മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ 5 സെൻറ്റ് സ്ഥലം മേടിച്ചിടാനായിട്ട് 2.5 വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചു. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് പറഞ്ഞാൽ തീരെയല്ല. അതുകൂടാതെ ഈ മിനിഞ്ഞാവുന്ന നാൾ ഞാനും എൻ്റെ ഇളയ മോനും കൂടി നെടുമ്പാശ്ശേരിയിൽ ഞങ്ങൾ മൂത്ത മകനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു വെക്കേഷന് വന്നാണ്. അവരാക്കാനായിട്ട് പോയിട്ടും തിരിച്ച് വരണ വഴി വീടിന് 1 കിലോമീറ്റർ അകലമേ ഉള്ളു. ആ സ്ഥലമായ അത്രയപ്പോൾ മോനെന്താ കണ്ണു ഉറങ്ങിപ്പോയാ, എന്ത് സംഭവിച്ചെന്നറിയില്ല. പെട്ടെന്ന് വണ്ടി ചെന്ന് പോസ്റ്റിലിടിച്ച് ഞാൻ പോസ്റ്റ് ഒടിഞ്ഞ് കാറുമൊക്കെ ആകെ ഡാമേജായി. പക്ഷേ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് തീ സ്പാർക്ക് ചെയ്ത് ഈ പോസ്റ്റിൻ്റെ. എനിക്കും എൻ്റെ മോനും ഒരു ആപത്തും ഒരു പോറൽ പോലും ഒരു ഇങ്ങനെ പേടിച്ച് പോലും ഒന്നും അല്ല. മാതാവിൻ്റെ ഉടമ്പടി കാശിന് പോയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വണ്ടിയിൽ കയറിപ്പോയത്. അങ്ങനെ ഒത്തിരി ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് സാധിച്ചു തരുന്നുണ്ട്. കൂടെ നടക്കുന്നുണ്ട് അമ്മ മാതാവ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ കോടാനുകോടി അനുഗ്രഹങ്ങൾ നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ പത്രം പ്രേക്ഷിത വിലയിട്ട് പത്രം വാങ്ങിച്ച് എല്ലാ മാസവും കൊണ്ടേ എല്ലായിടത്തും, ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നല്ല, ഹിന്ദുക്കളുടെ വീട്ടിലും പല കാണുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൊടുക്കും. ഇങ്ങനെ എന്നെ പോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. പിന്നെ ഇതായിട്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യണത്, പത്രം കൊടുക്കാൻ പോകുമ്പോൾ തന്നെ കുറച്ച് പൈസ എടുത്ത് കൊണ്ടുപോയി ആ രോഗികളായിട്ടുള്ള വീടുകളിൽ പോകും. ആ വീടുകളിൽ ചെന്ന് അവരെ കണ്ട് അവർക്ക് ഇത്തിരി പൈസയും ഒക്കെ കൊടുത്തിട്ടും പോരും. പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ എല്ലാം ഞാൻ അമ്മ മാതാവിനെ ഈശോനെ ഓർത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടി എനിക്ക് കിട്ടുന്ന സഹനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് വേണ്ടി കാഴ്ചവെക്കും. പിന്നെ എനിക്ക് ഭവനത്തിലാണെങ്കിലും ഞാൻ വളരെ ഇങ്ങനെ സഹനത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാ ജോലിയും അമ്മ മാതാവിനെ അനുകരിച്ചുണ്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊക്കെ എല്ലാം അപ്പ കാണുന്ന ആവശ്യമായിട്ട് വരുന്ന ആർക്കാണ് പ്രാർത്ഥന വേണ്ടതെന്ന് വെച്ചാൽ ആ രോഗികൾക്കായിട്ട് അല്ലെങ്കിൽ ആവശ്യക്കാർക്കായിട്ട് ഞാൻ അത് കാഴ്ചവെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതം പോണത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. യെശയ്യായുടെ പുസ്തകം 38-ാം അധ്യായം 3-ാം തിരുവചനം. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ.
റോസലി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വർഷങ്ങളോളം പഴക്കമുള്ള കാര്യങ്ങളാണ് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് സാധ്യമാക്കി കൊടുത്തത്. 30 വർഷത്തോളം ഇവർക്ക് വീടിന് വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവർ ഉടമ്പടി 2019 മുതൽ അവർ ശക്തമായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം അവരുടെ വീടിന് വളരെ വീതിയുള്ള ഒരു വഴി നൽകി, അംഗീകാരത്തോടു കൂടി തന്നെ, പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോടു കൂടി തന്നെ അവർക്കൊരു നല്ല വഴി സാധ്യമാവുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പോക്കുവരവ് പ്രമാണം, പള്ളിക്കടുത്തുള്ള ഒരു വീടിൻ്റെ ഉള്ള ഒരു ആഗ്രഹം, അങ്ങനെ അവർ ആഗ്രഹിച്ചതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഊഴമാണ്. റോസലിക്ക് ഇനി തൻ്റെ തന്നെ സ്നേഹം വെളിപ്പെടുത്തേണ്ട ഒരു സമയമായി. കാരണം താൻ ആഗ്രഹിച്ചതെല്ലാം ഈശോ നൽകിക്കഴിഞ്ഞു. മനുഷ്യനാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ അവസാനിക്കാത്ത മനുഷ്യൻ്റെ ആഗ്രഹം എപ്പോഴും നാം ഉടമ്പടി നിയോഗങ്ങളിൽ നാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പലതുണ്ട്. ഈശോ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ദാഹിക്കുന്നു എന്ന് പറയുന്നു, അവിടത്തേക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. അവിടത്തേക്കുള്ള ആഗ്രഹങ്ങൾ നിലയ്ക്കാത്തത് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി അവിടുന്ന് പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ അവിടത്തേക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. റോസലി പറഞ്ഞതുപോലെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവരെയും നിത്യതയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രാർത്ഥന നിരന്തരമായി ഈ സഹോദരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്തു കൈമാറ്റം നടത്തുമ്പോഴും ഈശോ എന്നിൽ രൂപപ്പെടണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടെയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തതു മുതൽ അത് ഇടമുറിയാതെ ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വസ്തതയും ഇവിടെ എപ്പോഴും വന്ന് പുതുക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഓരോ തവണ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നാം പറയുന്നത് തന്നെയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മറ്റുള്ളവരോട് പറയുമ്പോൾ കുടുംബത്തിൽ ഓരോരുത്തർക്കും നാം പത്രം കൊടുത്തുകൊണ്ട് എന്നെപ്പോലെ നിങ്ങളും, ഈശോ പറയുന്നത് എന്നെപ്പോലെ നിങ്ങളും സ്നേഹിക്കുക. സ്നേഹം എന്ന ഒരു വലിയ കൽപ്പനയാണ് ഈശോ നൽകിയിരിക്കുന്നത്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വലിയ കൽപ്പന നാം പാലിക്കുമ്പോഴാണ് ഈശോയുള്ള സ്നേഹം നാം ഊട്ടിയുറപ്പിക്കുന്നതും ഈശോയെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാൻ മറ്റുള്ളവർക്കൊരു പ്രേരണയായി മാറുന്നതും ഉടമ്പടി അതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത്. റോസലിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല കയ്യടി ഈശോയ്ക്ക്